മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം നിങ്ങൾക്കൊരു തലവേദനയാണോ? ഇപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും എക്സാമിന് വരുന്നത്. ഫൈൻഡ് MPS. എന്താണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്? അത് കണ്ടെത്താനാണ് ചോദിക്കുന്നത്. MPC ക്വസ്റ്റിനകത്ത് തന്നിരിക്കും 0.7. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ കൂടെ MPS മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് കൂട്ടുന്നതാണ് 1 എന്നുള്ളത്. ഇത് പഠിച്ചു വരച്ചാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഓർപ്പിക്കാവുന്നതാണ്. ഇവിടെ MPC തന്നിട്ടുണ്ട്, എത്രയാണ്? 0.7 പ്ലസ് MPS ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, നമുക്ക് അറിയില്ല, ഈക്വൽ ടു 1. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ MPS ആണ് കണ്ടെത്തേണ്ടത്. ആ MPS നമ്മൾ അതുപോലെ എടുത്ത് എഴുതുന്നു, ഈക്വൽ ഈ 0.7 നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുവന്നു. അപ്പൊ എന്താണ്? മൈനസ് ആവുന്നു, -0.7. അപ്പൊ ഒന്നിൽ നിന്നും 0.7 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടി? 0.3 ആണ് ഇവിടുത്തെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി MPS എന്താണ് അല്ലെങ്കിൽ MPC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാർക്ക് കളയരുത്, ഉറപ്പിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാവുന്നതാണ്. ഇക്വേഷൻ ആണ് MPC പ്ലസ് MPS = 1.